ശശി തരൂരിന്റെ പിണക്കവും അനുനയിപ്പിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കവും എല്ലാം കണ്ട് തലപുകഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് തന്നെയാകും. എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്തിൽ വെച്ച് കൈകൊടുക്കാത്തതിന്റെ പേരിൽ പിണങ്ങി മാറി നിൽക്കുന്ന തരൂരിനെ ഇത്ര കണ്ട് ഭയക്കേണ്ടതുണ്ടോ? അതോ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയില്ലെങ്കിൽ തരൂർ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJP-യിൽ ചേരുമോ? അങ്ങനെ ഒരു സംശയത്തിന് പിന്നിലും കാരണമുണ്ട്. സ്വന്തം പ്രസ്ഥാനത്തെ വിമർശിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത തരൂർ അതേ നാവുകൊണ്ട് മോദിസ്തുതി പാടാനും കുറവ് വരുത്താറില്ല. പല സന്ദർഭങ്ങളിലും നരേന്ദ്രമോദിയോടുള്ള അടുപ്പം കൊണ്ട് പല വേദികളിലും ക്ഷണം ലഭിക്കാറുമുണ്ട് തരൂരിന്. തരൂർ മോദിയെ വാഴ്ത്തി പാടുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ പോലും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ചെറുപ്പം മുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പല നേതാക്കൾക്കും വിയോജിപ്പാണ്. എത്രയൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്തതിന്റെ പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ MP സ്ഥാനവും കൊണ്ട് തരൂർ ധൈര്യമായി മറ്റെവിടെയെങ്കിലും കയറി ചെല്ലാം. അതല്ല, സ്വമേധയാ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇതൊക്കെ കണക്കുകൂട്ടിയാണ് KC വേണുഗോപാൽ തരൂരിനെ പുറത്താക്കാത്തത്. അതേ ബുദ്ധി തന്നെയാവും തരൂരും പ്രയോഗിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന പ്രതീതി പാർട്ടിയിൽ സൃഷ്ടിച്ച് നേതാക്കളെയും ഹൈക്കമാൻഡിനെയും വരുതിയിലാക്കാനാണ് തരൂർ ശ്രമിക്കുന്നത്. തരൂരിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയാണെങ്കിൽ തരൂർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ പറയുന്ന മണ്ഡലങ്ങളിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കും. പിന്നീടും പ്രസ്ഥാനത്തെയും നേതാക്കന്മാരെയും വിമർശിച്ചുകൊണ്ട് റിബൽ നിലപാട് തുടരും. സഹിക്കവയ്യാതെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടിയുമായി പാർട്ടി മുന്നോട്ടു പോയാൽ തരൂർ നിർത്തി ജയിപ്പിച്ച MLA-മാരുമായി നേരെ BJP പാളയത്തിൽ ചെന്ന് കയറാം. ഈ കണക്കുകൂട്ടലിലാണ് തരൂർ എന്നാണ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തരൂർ CPM-ലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. CPM-മായി അടുത്ത ബന്ധമുള്ള പ്രമുഖ വ്യവസായിയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തരൂരും താനല്ല ആ വ്യവസായി എന്ന് വ്യക്തമാക്കി MA യൂസഫ് അലിയും രംഗത്തെത്തിയിരുന്നു. CPM-ൽ ചേരുന്നെന്ന വാർത്തകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കാമെന്നുള്ള വാർത്തകൾ വരുന്നത്. പാർലമെന്റിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തരൂരിനും താല്പര്യമുണ്ട്. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയുമെന്നാണ് ഇന്നലെയും തരൂർ വ്യക്തമാക്കിയിരുന്നത്. ശശി തരൂരിനെ അനുനയിപ്പിച്ച് എത്രയും വേഗം പ്രശ്നം അവസാനിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. കാരണം ഇപ്പോൾ കോൺഗ്രസിൽ തുടരേണ്ടത് തരൂരിന്റെയും ആവശ്യമാണ്. വെറും കൈയോടെ ചെന്നാൽ BJP-യിലും സ്ഥാനമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിൽ കൂടെ കുറച്ച് MLA-മാരുണ്ടാകും. മഹാപഞ്ചായത്തിൽ വെച്ച് കൈ കൊടുക്കാതെ രാഹുൽ ഗാന്ധി അവഗണിച്ചെന്ന പരാതിയിന്മേൽ തുടങ്ങിയ കൊതിക്കെറിവാണ് തരൂരിനെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പറയുന്നത്. ഇത്തരം വാശികൾക്ക് നിന്നുകൊടുത്താൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് യാതൊരു വിലയും ഇല്ലാതാകുമെന്ന് പറയുന്ന നേതാക്കളും പാർട്ടിക്കകത്തുണ്ട്.